ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി കളിച്ച മത്സരത്തിൽ ഗോവയോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരുന്നു. അവസാനമായി കളിച്ച 5 മത്സരങ്ങളിൽ 4ലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ 3 മത്സരങ്ങളും സ്വന്തം മൈതാനത്താണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അത്രയും മോശം അവസ്ഥയിലൂടെയാണ് ക്ലബ്ബ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പോരായ്മകൾ ആരാധകർ വിലയിരുത്തിയിരുന്നു. മികച്ച ഇന്ത്യൻ താരങ്ങൾ ഇല്ലാത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പോരായ്മയാണ്. നല്ല താരങ്ങളെ കൊണ്ടുവരാത്തതിൽ കഴിഞ്ഞ സമ്മറിൽ തന്നെ ആരാധകർ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരിയിൽ മാറ്റങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. 2 അതിലധികമോ സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിയേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. ജനുവരിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ആലോചിക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. നംഗ്യാൽ ബൂട്ടിയ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്നുള്ള റൂമറുകൾ സജീവമാണ്. ജനുവരിയിൽ വിദേശ താരങ്ങൾ വരാൻ സാധ്യതയില്ല. കാരണം മതിയായ വിദേശ താരങ്ങൾ ഇപ്പോൾ ടീമിനകത്തുണ്ട്. മാത്രമല്ല ബാക്കപ്പായി കൊണ്ട് അവിടെ ജോഷുവ സോറ്റീരിയോയും ലഭ്യമാണ്. മികച്ച ഇന്ത്യൻ താരങ്ങളെ എത്തിക്കണം എന്നാണ് ആരാധകരുടെ ആവശ്യം. അഭിക് ചാറ്റർജി തന്നെ മുന്നിട്ടിറങ്ങി ഇന്ത്യൻ താരങ്ങളെ എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഗോൾ കീപ്പർമാർ മോശം പ്രകടനമാണ് നടത്തുന്നത്. ഒരു പരിചയസമ്പത്തുള്ള ഗോൾ കീപ്പറുടെ അഭാവം കേരള ബ്ലാസ്റ്റേഴ്സിൽ നന്നായി കാണുന്നുണ്ട്. പക്ഷേ ഗോൾ കീപ്പർമാരെ സൈൻ ചെയ്യാൻ സാധ്യത കുറവാണ്. മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറുടെയും റൈറ്റ് ബാക്കിൻ്റെയും റൈറ്റ് വിങ് ഫോർവേഡിൻ്റെയും അഭാവം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട്. എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഈ പൊസിഷനുകളിലേക്ക് മികച്ച താരങ്ങളെ എത്തിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പേരിന് വേണ്ടി മാത്രം താരങ്ങളെ കൊണ്ടുവരില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ അഭിക് ചാറ്റർജി വ്യക്തമാക്കിയ കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.